വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി അയക്കപ്പെട്ട നമ്മുടെ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവം വിശുദ്ധിയോടെ ജീവിക്കണമെന്നാണ് ഇതിൽ കൂടി ഞങ്ങൾ അവതരിപ്പിച്ചത്. കാലം ഇനി അധികമില്ല. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. In fact, the daughters of Job, they not only witness the character of the Job from the Bible, but they witness the character of their father, because two names of these daughters are the true. The names that we said, Karen and Kezia. They two are the daughters of brother Charles, and they witness the character of their father. Let it be a witness of our children to talk about our spiritual character. May the Lord bless this family. The next program is a song by Joelyn and Joanna. The following program is storytelling by Sandra.
Sandra storytelling. Sandra storytelling. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്റ്റോറിയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിന്റെ അടുത്ത് ബെഥാനിയ പറയുന്ന സ്ഥലത്ത് ലാസർ എന്ന് പറയുന്ന ആള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ലാസർ അങ്കിളിന് 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് മാർത്ത ആൻറ്റി, മറിയ ആൻറ്റി. യേശു അപ്പച്ചൻ ബെഥാനിയ വഴിയിൽ കൂടെ പോകുമ്പോൾ മാർത്ത ആൻറ്റി, മറിയ ആൻറ്റി യേശു അപ്പച്ചനെ വീട്ടിൽ വിളിച്ച് ഫുഡെല്ലാം കൊടുക്കും. യേശു അപ്പച്ചൻ അവരോട് നല്ല ദൈവവചനമെല്ലാം പറഞ്ഞു കൊടുക്കും. അവരത് ശ്രദ്ധിച്ചു കേൾക്കും. ഒരു ദിവസം ലാസർ അങ്കിളിന് വലിയ ഒരു അസുഖം പിടിച്ച് ലാസർ അങ്കിൾ കിടപ്പുണ്ടായി. അന്നേ യേശു അപ്പച്ചൻ വേറെ സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മാർത്ത ആൻറ്റിക്കും മറിയ ആൻറ്റിക്കും അറിയാമായിരുന്നു യേശു അപ്പച്ചൻ നോക്കിയത് അവർക്ക് സൗഖ്യമാക്കുന്നു. മാർത്ത ആൻറ്റി, മറിയ ആൻറ്റി ഒരാളിനെ യേശു അപ്പച്ചൻ്റെ അടുത്തോട്ട് അയച്ചു. യേശു അപ്പച്ചൻ ആ കാര്യം അറിഞ്ഞു. പക്ഷെ യേശു അപ്പച്ചൻ ഉടനെ പോയില്ല. എന്താണോ പോകുന്നത്? പതുക്കെ അവിടെ പോയി വേറെ ഒരു വലിയ അത്ഭുതം കാണിക്കാനായിരുന്നു യേശു അപ്പച്ചൻ. അതുമാത്രമല്ല, യേശു അപ്പച്ചനായി കൂടുതൽ മഹത്വം കൊടുക്കാനായിരുന്നു. അല്ലാതെ ഒരു ലിസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല. 4 ദിവസമായി ലാസറസ് മരിച്ചിട്ട് അടക്കം വെച്ച് നേരത്തെല്ലാം വെച്ച് തുടങ്ങി. യേശു അപ്പച്ചൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ മാർത്ത ആൻറ്റിയും മറിയ ആൻറ്റിയും വല്ലാതെ കരയുമായിരുന്നു. യേശു അപ്പച്ചനും അവരുടെ കൂടെ കരഞ്ഞു. എന്നിട്ട് യേശു അപ്പച്ചൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ലാസറസ് ഉയർത്തെഴുന്നേൽക്കുന്നു. എന്നിട്ട് മാർത്ത ആൻറ്റി പറഞ്ഞു, ഗുരു ഇടുണ്ടെങ്കിൽ ഞങ്ങളുടെ ബ്രദർ മയക്കില്ലെന്ന്. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. എന്നാൽ യേശു അപ്പച്ചൻ പറഞ്ഞു, ഞാൻ തന്നെ പോലെ താനും ജീവിതമാകുന്നു. എന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിതത്തിൽ. എന്നിട്ട് യേശു അപ്പച്ചൻ കല്ലറയുടെ അടുത്ത് ചെന്നു. ആൾക്കാരോട് പറഞ്ഞു കല്ലുരുട്ടി മാറ്റാൻ. ആൾക്കാർ കല്ലുരുട്ടി മാറ്റിയിട്ട് യേശു അപ്പച്ചൻ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ലാസറസിനോട് പറഞ്ഞു, ലാസറസെ, നീ എണീറ്റ് വരും പുറത്ത്. എന്നാൽ ലാസറസ് എണീറ്റ് വന്നു. മാർത്ത ആൻറ്റിക്കും മറിയ ആൻറ്റിക്കും വലിയ സന്തോഷമായി. അവിടെ കണ്ടു നിന്ന ആൾക്കാരെല്ലാം സർപ്രൈസായി. എന്തിനാണോ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശു അപ്പച്ചൻ ജീവൻ കൊടുക്കാൻ സാധിക്കുന്ന കാണിക്കാനായിരുന്നു. നമ്മളെല്ലാവരും ഒരിക്കൽ മരിക്കും. പക്ഷെ യേശു അപ്പച്ചനെ വിശ്വസിച്ചിട്ട് മരിക്കുന്നവരെ യേശു അപ്പച്ചൻ ഇനി വരുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിത്യജീവൻ കൊടുക്കും. യേശു അപ്പച്ചനെ വിശ്വസിച്ചാലുള്ള ഈ രക്ഷയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കഥയോടെ നിർത്തുന്നു. താങ്ക് യു. The next program is going to be the presentation. The theme of the presentation is Bible. The following program is Action Song by Sub Junior Boys. In Psalms 19:7 it says, "The law of the Lord is perfect, converting the soul. The testimony of the Lord is sure, making wise the simple." So many wise thoughts are recorded in the Word of God. But what exactly is this Word of God? To make things simple for us, here are our little friends comparing the Word of God with small and simple things. Let's see what they are. First of all, the Word of God is compared with milk. I like to drink milk. And that's why I'm fat. Yes, we can see Word of God as spiritual milk. The need of milk is a natural instinct for a baby, and we all know that one characteristic that all children share is that they want to grow. Once we meet the need for God's Word and begin to find nourishment in Christ, our spiritual appetite will increase and we will start to mature.
Now a question for all of us to think. How strong is your desire? 1 Peter 2:2. Like newborn babies, crave the spiritual milk with which you may grow up in your salvation. Secondly, we see the word of God being compared as the light. I am afraid of darkness, so I like to walk where there is light. Suppose you go to the woods for a walk at night. Do you think you can carry on with your journey without some source of light? Yes. Light is necessary so that we might not trip over anything hard and fall. In this life also, we walk through such dark forests of evil. But the word of God can be our light to show us the way ahead so that we won't stumble as we walk along. Study the Bible so that it will be clear enough to stay on the right path. Psalms 119 verses 112. Your word is a lamp to my feet and a light to my path. Thirdly, we can see the word of God as a hammer. If I hit this rock, it will break into pieces. As the hammer crushes the stone or rock, the word of God also helps us to crush any evil within our heart. By knowing more about God and with God's help, we can remove any evil thoughts within us. And just like the fire purifies metals, the word of God is also a great purifier which destroys all that is false and lives back genuine one. Jeremiah 23 verses 29. Is not my word like fire to declare the Lord, like a hammer which breaks a rock into pieces? Next, we compare the word of God with honey. Honey is used as a medicine. The word of God too is like a medicine. It removes all our spiritual weakness. Honey is also very sweet. The word of God is also very sweet and gives happiness and joy to our heart. Psalms 119 verses 103. How sweet are thy words unto my taste, sweeter than honey to my mouth. Fifthly, the word of God is compared with a sword. Do you see this sharp sword in my hand? It penetrates deep into the body. With the sharpness of a sword, God's word reveals who we are and what we are. It penetrates the core of our moral and spiritual life. It helps us to know both good and bad within us. It is life-changing if we allow it to work within us. We must not only be hearers but the doers of the work of God so that it shapes our lives. Hebrews 4:12. For the word of God is quick and powerful, sharper than any two-edged sword. Finally, we see the word of God being compared with a mirror. I use this mirror for cleaning my face. We see him cleaning his face. Likewise, word of God will help us to maintain a pure spiritual life. It is important to listen to what God's word says, but it is much more important to obey it or do what it says. We can measure the effectiveness of our Bible study by the effect it has on our behavior and attitudes. Do you put it into action, all that you study? James 1:23. Anyone who listens to the word but does not do what it says, like a man if it is a mirror. Word of God as for nourishment. Word of God as light to walk properly. Word of God as hammer and fire to convict and make pure. Word of God as honey for medicine. Word of God as sword to penetrate. Word of God as mirror to reflect. കാലിനു ദീപം അനുദിനവും എൻ വഴിയിൽ പ്രകാശം തിരുവചനം എൻ കാലിനു ദീപം അനുദിനവും എൻ വഴിയിൽ പ്രകാശം
Elelo Ailasa, Elelo Ailasa, ha 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 ho ho ho. Elelo Ailasa, Elelo Ailasa, ha 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 ho ho ho. വിശ്വാസക്കപ്പൽ പുറപ്പെടുത്തും, ദുരിതമായി പുറപ്പെടുത്തും. വിശ്വാസക്കപ്പൽ പുറപ്പെടുത്തും, ദുരിതമായി പുറപ്പെടുത്തും. ഏലേലോ ഐലസ, ഏലേലോ ഐലസ, ഹാ 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 ഹോ ഹോ ഹോ. ഏലേലോ ഐലസ, ഏലേലോ ഐലസ, ഹാ 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 ഹോ 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 ഹോ. യേശുവിലങ്കൽ മാലുകിയാൻ അവരുടെ അങ്കൽ തലേ വരാം. യേശുവിലങ്കൽ മാലുകിയാൻ അവരുടെ അങ്കൽ തലേ വരാം. വിശ്വാസക്കപ്പൽ പുറപ്പെടുത്തും, ദുരിതമായി പുറപ്പെടുത്തും. വിശ്വാസക്കപ്പൽ പുറപ്പെടുത്തും, ദുരിതമായി പുറപ്പെടുത്തും. ഏലേലോ ഐലസ, ഏലേലോ ഐലസ, ഹാ ഹാ ഹോ 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 ഹോ. ഏലേലോ ഐലസ, ഏലേലോ ഐലസ, ഹാ ഹാ ഹോ 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 ഹോ. Happy and you know, clap your hands. If you're happy and you know, clap your hands. If you're happy and you know, and your face is surely sure. If you're happy and you know, clap your hands. If you're happy and you know, clap your hands. If you're happy and you know, snap your fingers. If you're happy and you know, and your face is surely sure. If you're happy and you know, snap your fingers. If you're happy and you know, snap your fingers. If you're happy and you know, stamp your feet. If you're happy and you know, and your face is surely sure. If you're happy and you know, stamp your feet. If you're happy and you know, tap your legs. If you're happy and you know, tap your thighs. If you're happy and you know, and your face is surely sure. If you're happy and you know, tap your thighs.
officers to a great feast. While Belshazzar was drinking, he was reminded of the gold and silver cups taken long before from the temple in Jerusalem during his father's reign and brought to Babylon. Belshazzar ordered that these sacred cups be brought into the feast. Bring the gold and silver vessels from the Jerusalem temple. When the cups arrived, he and all his princes and wives drank toast from them to their idols made of gold, silver, iron, and stone. Come on and join the feast. Hail King Belshazzar! Hail Babylon! Hail the kings! Hail our gods! Hail, hail, hail! Hail, hail, hail! Suddenly, a hand appears on the wall. Bring the wise man! Bring the wise man! You can read that writing? I'll try. The king ordered that whoever reads the writing on the wall and tell the meaning would be given the royal honor, the purple dress and golden chain, and he will be the third ruler in the kingdom. Forgive me, my majesty. I can read the writing. But when they came, none of them could understand the writing or tell him what it meant. The king grew more and more hysterical. His face reflected the terror he felt, and his officers too were shaken. The queen mother heard what was happening. She rushed to the banquet hall. Calm yourself, your majesty. Don't be afraid. There is a man in your kingdom filled with the spirit of holy gods. Your father made him chief of all magicians and astrologers of Babylon. He has divine knowledge and understanding. Call Daniel. He will tell you what this writing means. Bring Daniel right now. Yes, my lord. Are you the Daniel from Israel? Yes, my lord. I am told you can solve all kinds of mysteries. My wise man had tried to read this writing, but he can't. If you can tell the writing of those words, I will give you royal honor and promotion. Okay, keep your gifts. I'll read and tell you what the writing means. Now the Most High God gave Nebuchadnezzar, your father, a kingdom and majesty, glory and honor. And because of the majesty that he gave him, all people, nation and languages trembled and feared before him. Whomever he wished he set up, and whomever he wished he put down. But when his heart was hardened in pride, he was removed from his throne, and they took his glory from him. Then his heart was made like the animals, and his dwelling was with the wild donkeys. Until at last he knew that the Most High overrules the kingdoms of men and appoints anyone he desires to reign over them. Okay, you knew all this.
but you have not humbled your heart. For you have defied the Lord of heaven and brought here these cups from his temple. You and your officers have drunk wine in them and praised the gods of silver, gold, and stone, gods which you not see or hear or know. But you have not praised the God who holds your breath in his hands and controls all your ways. What is the writing means? Your Majesty, God sent those fingers to write the message. Mene, mene, tekel, upasin. What does it mean? This is what it means. Mene means number. God has numbered your kingdom and finished it. Tekel means weighed. You are weighed in God's balances and found wanting. Upasin means divided. Your kingdom will be divided and given to the Medes and Persians. Then, at Belshazzar's command, David was robed in purple. A gold chain was hung around his neck, and he was proclaimed third ruler in the kingdom. That very night, Belshazzar, the Chaldean king, was killed. By enacting this true incident, what happened years before, we, the students of class 5 and 6, wants to remind you that all our lives are being weighed in God's balance. Are we found wanting? It is for each one of us to consider our lives. The Word of God asks, "For what will it profit a man if he gains the whole world and loses his own soul?" Will you give a serious thought to this question? Believe in the Lord Jesus Christ and live a life pleasing to Him. May God bless you all. Thank you. Tekel upasin, mene mene tekel upasin, mene mene tekel upasin, mene mene tekel upasin. Nilu sinne tulasin, ninne toki no.
and black and white for a moment. God created everything with its own beauty.